പോലെ ഇവിടെയും ഇച്ചായ എന്നാടി നമുക്കൊന്ന് നാട്ടിൽ പോയാലോ? പെട്ടെന്ന് പെട്ടെന്നാ? നമ്മളിവിടെ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ്. എനിക്ക് അമ്മച്ചിയെ കാണാൻ തോന്നിച്ചായ. എടി ആലിസ്, എനിക്ക് ആകെ ഞായറാഴ്ച ഒരു ദിവസമാണ് അവധി കിട്ടുന്നത്. നമുക്ക് ഇവിടുന്ന് ശനിയാഴ്ച രാത്രി പോയി ഞായറാഴ്ച ഒരു ദിവസം നിന്നിട്ട് തിങ്കളാഴ്ച ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എനിക്ക് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവധി കിട്ടട്ടെ, നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? എനിക്ക് അമ്മച്ചിനെ കാണാൻ കൊതിയായി. ഇന്നലെ രാത്രി ഞാൻ അമ്മച്ചിനെ സ്വപ്നം കണ്ട്. കണ്ടല്ലോ, ഇനി പിന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടെ. എടി, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാ. പെട്ടെന്ന് അങ്ങനെ വിചാരിക്കുന്ന പോലെ എനിക്ക് അവധി എടുക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഒറ്റയ്ക്ക് പോ. ഒറ്റയ്ക്കാ? ആ, എന്തോ ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് അന്തമിടുന്ന്. ഈ സ്ഥലമല്ലേ നിനക്ക് അറിയാതുള്ളൂ. നിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ബസ്സേ കയറ്റി വിടാം. ഒരു 4-5 മണിക്കൂറത്തെ കാര്യമുള്ളൂ. നീ ബസ്സേ കയറിയിരിക്കുന്നു, കുറച്ചു നേരം ഉറങ്ങുന്നു, നേരെ നിന്റെ നാട്ടിൽ പോയി ഇറങ്ങുന്നു. പിന്നെ എനക്കെല്ലാം അറിയാമല്ലോ. അതൊക്കെ അറിയാം. നീ ഒരു കാര്യം ചെയ്യും, അമ്മച്ചിയുടെ കൂടെ നിൽക്കുക. അമ്മച്ചിയുടെ കൂടെ നിൽക്കുമ്പോഴേക്കും എനിക്ക് അവധി കിട്ടും. ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് അവിടെ 2 ദിവസം അമ്മച്ചിയോടെ അടിച്ച് പൊളിച്ചതിന് ശേഷം തിരിച്ചു വരാം. പോരെ? സമ്മതിച്ചാ? സമ്മതിച്ചെന്നേ. ഞാൻ അമ്മച്ചിനെ വിളിച്ച് പറയട്ടെ? വിളിച്ച് പറയടി മോളെ. ഹലോ, അമ്മച്ചി ആലീസ. ഒന്നുമില്ല. ഉണ്ട്, ഇവിടെ ഉണ്ട്. അതെ, എനിക്കാണ് 2-3 ദിവസമായിട്ട് അമ്മച്ചിനെ അങ്ങ് കണ്ടോളാൻ വയ്യ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു അങ്ങോട്ടൊന്ന് വന്നാലോ എന്ന്. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ വരുന്നത്. വിച്ചാന് ലീവ് കിട്ടത്തില്ല. എന്നെ ബസ് കയറ്റി വിടാന്ന് പറഞ്ഞ്. അതൊക്കെ ഞാനങ്ങോട്ട് വന്നോളാം. ഒരു 2 ആഴ്ച. ശരി. ഓക്കെ, നാളെ വരും. ശരി. ആലീസേ, എവിടെ പോകുന്ന കാര്യാ? ഞാനേ ഒന്ന് നാട്ടിൽ പോവാ. ഡോക്ടർ വരുന്നില്ലേ? ഇല്ല, ഇച്ചാന് ലീവ് കിട്ടത്തില്ല. അപ്പൊ എന്നെ ബസ് കയറ്റി വിടും. എന്നാ തിരിച്ചു വരുന്നേ? ഒരു 2 ആഴ്ച കഴിയും. എന്നിട്ട് ഇച്ചാൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരും. അപ്പോ ഈ 2 ആഴ്ച ഡോക്ടർ ഇവിടെ ഒറ്റയ്ക്കാ? ഡോക്ടർ ഭക്ഷണമൊക്കെ എങ്ങനെയാ? അത് ഇച്ചാൻ എന്തെങ്കിലും ചെയ്തോളും. സാരമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സഹായിച്ചോളാം. ഈ ആഴ്ച ഞാൻ നല്ല തിരക്കാ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഡോക്ടറെ പോലെ ഒരാൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ സഹായിക്കേണ്ട എന്റെ കടമയല്ലേ? ഡോക്ടറോട് പറഞ്ഞേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ. പറയാം. ശരി. അപ്പൊ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇച്ചാനെ സഹായിക്കാനുള്ള പരിപാടിയാ. ഹലോ, അമ്മച്ചി ആലീസ. അതല്ല അമ്മച്ചി, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാനേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇപ്പം അങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല. അല്ലല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേ ഞാൻ ഇച്ചാനെ ഒറ്റക്കിട്ട് വന്നാൽ ശരിയാവത്തില്ല അമ്മച്ചി. അതുകൊണ്ടാ, കുറച്ച് ദിവസം കഴിയട്ടെ. ശരി. പറഞ്ഞോ? എന്ത്? അമ്മച്ചിയെ വിളിച്ച് പറഞ്ഞോന്ന്? ഇല്ല, വിളിച്ച് പറഞ്ഞില്ല. എന്തുപറ്റി? അതെ, വിളിക്കാനായിട്ട് ഞാൻ ഫോണൊക്കെ എടുത്ത് അപ്പോഴാ ഞാൻ ആലോചിച്ചത്, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇച്ചാൻ ഇവിടെ ഒറ്റയ്ക്കാവത്തില്ലേ, അതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് വെച്ച്. എടി, നിന്നെ കെട്ടുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, ഞാൻ മാനേജ് ചെയ്തോളാം. അതല്ല ഇച്ചായ, ഞാൻ പോയാൽ ഇച്ചാൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ആകെ കുഴയും. എന്തോന്ന് കുഴയാനായിട്ട്? രാവിലെ ഞാനിവിടെ ഒരു ചായ ഇടും. ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിനുശേഷം സദാശിവൻ ചേട്ടനോട് പറയും ഉച്ചയ്ക്ക് ലഞ്ച് മേടിച്ചു തരാം. പുള്ളി മേടിച്ചു തരും. പിന്നെ വൈകിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഹോട്ടലിൽ കയറി കഴിച്ചെന്നാവാം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഉണ്ടാക്കൂടി. അത് ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും മിണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ ആരെങ്കിലും വേണ്ട ഇച്ചായ. എപ്പോഴും മിണ്ടിയും പറഞ്ഞിരുന്നാൽ ശരിയാവത്തില്ല, ഇടയ്ക്ക് ഇച്ചിരി സൈലൻസ് ഒക്കെ ആവശ്യമാണെന്നേ. അപ്പൊ ഈച്ചാന്റെ മുണ്ടും ഷർട്ടും ഒക്കെ ആരലക്കും? അലക്കിയ മുണ്ടും ഷർട്ടും ഇഷ്ടം പോലെ എവിടെ ഇരിപ്പുണ്ടല്ലോ. അഥവാ അങ്ങനെ അലക്കേണ്ടി വന്നാൽ ഞാൻ അലക്കിക്കോളാം. അപ്പൊ ആര് തേക്കും? ആര് തേക്കും? ഞാനല്ലേ ഇടയില്ലേ തേക്കുന്നത്. തേക്കാൻ വന്നിരിക്കണ നീ ചുമ്മാ ന്യായം പറയാ, നീ പോവാൻ നോക്ക്. ഞാൻ പോണില്ല. എന്താ? അയ്യടാ,
എന്നെ പറഞ്ഞുകൂടെ എന്തൊരു ധൃതി. ഭാര്യ 2 ആഴ്ച പോണെന്ന് പറഞ്ഞപ്പോ മനസ്സിൽ ലഡു പടപടപടാന്ന് പൊട്ടുന്നുണ്ടല്ലേ. ആ വേഷം കേട്ടെ അങ്ങ് കയ്യിലിരിക്കട്ടെ കേട്ടോ. ഞാൻ പോണില്ല. നിനക്ക് പ്രാന്താണോ? ഇച്ചാൻ അതും പറയും, അതിനപ്പുറവും പറയും. എന്നെ പറഞ്ഞു വിട്ടട്ടെ, ഇച്ചാൻ ഇവിടെ കിടന്ന് വേഷം കെട്ട് കാണിക്കാന്ന് അതങ്ങ് മനസ്സിൽ വിചാരിച്ചാ മതി. എന്നാ പോണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത്? നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നീ പോയി കഴിഞ്ഞാല് എന്റെ ഷർട്ടും പാൻറ്റും ഒക്കെ ആര് തേക്കുന്നു അല്ലേ? എന്നാ ഇന്ന് മുതല് എന്റെ ഷർട്ടും പാൻറ്റും ഒക്കെ എന്റെ പൊന്നുമോള് തേച്ചാ മതി. അല്ലേ വേണ്ട, ഷർട്ടും പാൻറ്റും തേക്കണ്ട. നീ ഇന്നത്തേക്ക് എനിക്ക് മുണ്ട് ഷർട്ടും തേക്കേ. ഇന്നും മുണ്ടാ? ഇന്നും മുണ്ട അല്ല, മുണ്ട്. ഇന്നലെ ഞാൻ മുണ്ടല്ലേ കൊടുത്താ, ഇനി ഇന്ന് കൊടുത്താ എന്താ? പോയി തേക്കടി, പോ, എണീറ്റ് പോ. ഓടി പോവല്ലേ? പാൻറ്റാണോ തേക്കുന്നത്? മുണ്ട് തേക്കാനല്ലേ പറഞ്ഞ? അങ്ങനെ ഇന്ന് മുണ്ടെടുത്ത് പോവണ്ട, പാൻറ് ഇട്ട് പോയാൽ മതി. മുണ്ടിന് എന്താടി കുഴപ്പം? മുണ്ടിന് കുഴപ്പമൊന്നുമില്ല. ഇച്ചാനൊരു ഡോക്ടർ അല്ലേ, അപ്പൊ അതിന്റെ രീതിക്ക് വേണ്ട ഡ്രസ് ചെയ്ത് പോവാൻ. ഡോക്ടർമാര് മുണ്ടെടുക്കൂലെന്ന് നിയമം വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇച്ചാനൊരു മുണ്ടെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഡോക്ടർ ആണെന്ന് വിചാരിക്കുവോ? ഏതെങ്കിലും സ്കൂളിലെ ടീച്ചറാന്ന് വിചാരിക്കും. ടീച്ചറോ? ഈ ടീച്ചർ എന്ന് പറഞ്ഞ ആരാ? അറിവ് പകർന്നു തരുന്ന ഗുരു. നമ്മളെ ആൾക്കാരെ അളക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചാണ്, അല്ല നമ്മുടെ വസ്ത്രവിധാരണം കണ്ടിട്ടല്ല. ഞാനിപ്പോ പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് പോയിട്ട് എന്റെ ഡോക്ടറുടെ പണി നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അവരെന്നെ മാനിക്കൂ? ഇച്ചാൻ എന്തൊക്കെ പറഞ്ഞാലും ഓരോരോ ന്യായങ്ങളുണ്ട്. ഇന്ന് എന്തായാലും മുണ്ടെടുത്ത് പോവണ്ട, പാൻറ് ഇട്ട് പോയാൽ മതി. ആലീസേ, എന്ത് ഡ്രസ്സ് ഇടണമെന്നുള്ളത് എന്റെ സൗകര്യത്തിനനുസരിച്ചല്ലേ ഞാൻ ഇന്ന് മുണ്ടേ ഉടുക്കുന്നുള്ളൂ. എന്നാ എനിക്ക് പാൻറ്റാ ഇഷ്ടം. എന്നാ നീ പാൻറ് ഇട്ടോന്നേ. വെറുതെ തർക്കിക്കാൻ നിൽക്കല്ലേ. ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പാൻറ് ഇട്ടോണ്ടേ പോകത്തുള്ളൂ. ഇതാണ് എന്റെ തീരുമാനം. ഇതേ ഈ വീട്ടിൽ നടക്കത്തുള്ളൂ. ഇന്നലെ ഞാൻ മുണ്ടെടുത്താണല്ലോ പോയത്. അത് ഇന്നലെ പാല് കാച്ചും ഉണ്ടായിരുന്നോണ്ടല്ലേ, അല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോടി? ഇന്നലെ പാല് കാച്ചിട്ട് പോയപ്പോ എല്ലാരും പറഞ്ഞ എന്താണെന്നറിയാമോ? മുണ്ടെടുക്കുമ്പോ ഡോക്ടറിനെ കാണാൻ എന്ത് രസമാണ്. ഓഫീസിൽ ചെന്നപ്പോ സഹദേവ ചേട്ടൻ പറഞ്ഞ എന്താന്ന് നിനക്കറിയാവോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറ് കുറച്ച് വൈകിയോ? കേശവ സാറിന്റെ വീടിന്റെ പാലുകാച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അവിടെ കയറി. വൈകിട്ട് കയറാന്ന് വെച്ചാലേ ഞാൻ ചിലപ്പോൾ മറക്കും. മറന്ന സാർ പിണങ്ങും. അതാണ് സാറ് മുണ്ടെടുത്തോണ്ട് വന്ന്. സത്യം പറയല്ലേ സാർ, സാറ് പാൻറ് ഇടുന്നതിനേക്കാൾ നല്ലത് മുണ്ടെടുക്കുന്നതാ. കോളേജിൽ പഠിക്കുന്ന കാലം മുതല് നമ്മൾ പാൻറ്റല്ലേ ഇടുന്നത്. ഇടയ്ക്ക് മുണ്ടെടുക്കുമ്പോൾ ഒരു സന്തോഷം. എന്തായാലും സദാശിവൻ ചേട്ടൻ പറഞ്ഞല്ലേ നീ ഇടയ്ക്ക് മുണ്ടെടുക്കാം, ചേഞ്ച് ഒക്കെ വേണ്ടേ അല്ലേ? അത് ശരി. ആശുപത്രിയിലെ കമ്പൗണ്ടറിന്റെ വാക്കിനാണ് എന്റെ വാക്കിനാലും വില. എന്റെ ഇച്ഛായ, ഈ സഹദേവൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു പ്രായമായിട്ടുള്ള ഒരാളാണ്. ഇയാള് പറയുന്ന പൊട്ടത്തരങ്ങൾക്കൊക്കെ നിന്നു കൊടുക്കാൻ ഇച്ഛാൻ എന്താ വട്ടുണ്ടാ? കമ്പൗണ്ടർ ആയതുകൊണ്ട് അയാൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. ഡോക്ടറായ ഇച്ഛായൻ ഇതിന് നിക്കണ്ടാന്നാ ഞാൻ പറഞ്ഞത്. അതെ, നമുക്ക് കുറച്ച് അന്തസ്സൊക്കെ ഉണ്ട്. ഇച്ഛാൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം മുണ്ടെടുത്തോണ്ടാണോ വന്നത്? അല്ലേ? അല്ല, ക്രീം കളറിലെ പാൻറ് ഇട്ടോണ്ടാ വന്നത്. അതേന്ന് പാൻറ് ഇട്ടോണ്ടാ ഇച്ഛാനെ ഞാൻ കെട്ടാൻ തന്നെ തീരുമാനിച്ചത്. പിന്നെ കള്ളം സത്യൊന്ന്. മുണ്ടെടുത്തോണ്ട് എത്ര ആലോചന എനിക്ക് വന്നെന്നറിയോ? മുണ്ടെടുത്തോണ്ട് വന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ ആലോചനയും തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞത്. അയ്യടാ, സഹദേവൻ ചേട്ടൻ പറഞ്ഞെന്ന് വന്നേക്കുന്നു. ആ ചേട്ടനോട് പറഞ്ഞേക്കണം ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അഭിപ്രായം പറയാൻ നിൽക്കണ്ടെന്ന്. സഹദേവൻ ചേട്ടൻ മാത്രമല്ല, അനുരാധയും പറഞ്ഞല്ലോ. അനുരാധയാ? ആളുകൾ അങ്ങനെയല്ലേടി. നമ്മൾ സ്ഥിരമായിട്ട് പാൻറ് ഇട്ടോണ്ട് പോയിട്ട് ഒരു ദിവസം മുണ്ടെടുത്തോണ്ട് പോയാൽ അറിയാവുന്നവരും അതിനെ കുറിച്ച് അഭിപ്രായം പറയും. സ്വാഭാവികം. അനുരാധ എന്താ പറഞ്ഞത്? അല്ല, സാറിന് എന്താ മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ? ഇത് ആദ്യമായിട്ടാണല്ലോ. ഒരു ചേഞ്ച് ആരാ ഇഷ്ടപ്പെടാത്തത്? മാത്രമല്ല, ഞാൻ കോട്ടയത്തായിരുന്നപ്പോ ഓഫീസിൽ മുണ്ടൊക്കെ എടുത്ത് പോകുമായിരുന്നു. പിന്നെ ഇന്ന് കൊടുക്കാൻ കാരണം കേശവ സാറിന്റെ വീടിന്റെ പാല് കാച്ച, ആ ഒക്കേഷന് വേണ്ടിയിട്ട്. പക്ഷെ ഉള്ളത് പറയാലോ, സാറിന് മുണ്ട് തീരെ ചേരുന്നില്ല. ആണോ? സാറിന് നല്ലത് പാന്റ് ഷർട്ടുവാ. ഞാൻ സാറിനെ പുകഴ്ത്തി പറയാന്ന് വിചാരിക്കല്ലേ. സാറിങ്ങനെ പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് ഇൻ ചെയ്ത് രാവിലെ കാറിൽ വന്ന് ഇറങ്ങുന്നതാണ്
ജനലിന്റെ സൈഡിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ എനിക്ക് തോന്നും ചില സിനിമയിൽ മമ്മൂട്ടി വന്നിറങ്ങില്ലേ, അതുപോലെയാന്ന്. മമ്മൂട്ടി മുണ്ടു കൊടുത്ത് സിനിമയിൽ വന്നിട്ടുണ്ട്. ആ അതുണ്ട്, പക്ഷെ മമ്മൂട്ടിക്ക് ചേരുമായിരിക്കും, സാറിന് ചേരത്തില്ല. സാറിന് ഭയങ്കര പ്രായം തോന്നിക്കുന്നു ഈ മുണ്ട് ഷർട്ടൊക്കെ ഇടുമ്പോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഓ പിന്നെ പാന്റ് ഷർട്ട് ഇടുമ്പോ ഒരു 30 വയസ്സ്, അതിനപ്പുറം പോകത്തില്ല. ഇതിപ്പോ ഒരുമാതിരി 40-45 വയസ്സായി ഒരു കിളവല്ലു. അത്രയൊക്കെ തോന്നുന്നു. എന്നാ പിന്നെ അനുരാധ പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് പാൻറ് മതി. എടി ഇങ്ങനെയാണ് നാട്ടുകാര്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം കാണും, അവരത് പറയും. അത്രേ ഉള്ളൂ. സഹദേവൻ ചേട്ടനാണ്. അപ്പൊ ഞാൻ ഇന്ന് പാൻറ്റാണോ ഇടേണ്ടത്? സഹദേവൻ ചേട്ടൻ നോക്ക്. ഹലോ, ആ ചേട്ടാ എന്താ ലീവോ? എന്തുറ്റി? ഓ ശരി ശരി, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഓഫീസിലൊന്ന് പറഞ്ഞിട്ട് പോണേ. മുണ്ടാണോ ഉപയോഗിക്കുന്നത്? എന്നാടെ ഒരു വഷളഞ്ചേരി ഇച്ചായ, ഞാൻ കൊറേ സമയം ഇരുന്നിങ്ങനെ ആലോചിച്ചേ. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത്. ഇച്ചായൻ ഇന്ന് മുണ്ടെടുത്ത് പോകാനല്ലേ ആഗ്രഹിച്ചത്? ആഗ്രഹത്തിന് ഞാൻ എതിര് നിൽക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇച്ചായന്റെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം? എപ്പത്തൊട്ട്? പണ്ട് തൊട്ടേ അങ്ങനെയാ. ഇച്ചായനോട് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുമെന്നല്ലേ ഉള്ളു. പക്ഷെ അവസാനം ഇച്ചായൻ പറയുന്നതല്ലേ ഞാൻ കേൾക്കാറുള്ളൂ, അല്ലേ? ഇത്രയും നേരം എൻ്റെ അടുത്ത് തർക്കിച്ചതോ? അത് വെറുതെ ഒരു രസം. എനിക്കല്ലേ രസമൊന്നും തോന്നിയില്ല. എനിക്കറിയാൻ തോന്നിയില്ലാന്ന്. പക്ഷെ അങ്ങനെ തർക്കിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഇച്ചായ, ഭാര്യ ഭർത്താവൊക്കെ ആവുമ്പോഴേ ഇടയ്ക്കൊക്കെ തർക്കിക്കണം, അല്ലെങ്കിൽ ജീവിതം ഭയങ്കര ബോറായിപ്പോവും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യട്ടെ. ശരിക്കും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയായിരുന്നു ഇങ്ങനെ തന്നെ ചോദിക്കുമെന്ന്. എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ ഇച്ചായം പോയി കുളിച്ച് റെഡി ആയിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ ഈ മുണ്ടൊക്കെ നല്ല തേച്ച് വടിയാക്കി വെക്കും. എന്നിട്ട് അടുക്കളയിൽ കയറിയിട്ട് എൻ്റെ ഇച്ചായന് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കും. ശരി, പോയി കുടിക്കും. ചെല്ല. എൻ്റെ മൂത്ത് ഇത്രയും സ്നേഹത്തോടെ പറഞ്ഞല്ലോടാ. നിന്റെ അഭിപ്രായം ഞാൻ മാനിച്ചില്ല എന്ന് വേണ്ട. ഇന്ന് ഞാൻ പാൻറ്. പാൻറ് വേണ്ട ഇച്ചായ, മുണ്ട് മതി. നീ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണ്ട. ഇച്ചായന്റെ ഒരു കാര്യം, മുണ്ട് മതിന്ന്. എന്റെ പൊന്നെ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് നിന്റെ ഇഷ്ടമാണ് വലുത്. പാൻറ് മതി. എനിക്ക് വേണ്ടിട്ട് ആരും ഒന്നും ചെയ്യണ്ട. പാൻറ് മുണ്ട് പാൻറ് മതി. മുണ്ട് മതി എന്ന് പറഞ്ഞില്ലേ? എത്ര പ്രാവശ്യം പറയണോ? മുണ്ടിട്ടോണ്ട് പോയാൽ മതി. എനിക്ക് പാൻറ് മതി. ഇച്ചാന്റെ ആ പൂതിയെ അങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്തോന്ന് പൂതി? ഇച്ചാൻ എന്താ വിചാരിച്ചത്? എനിക്ക് ബുദ്ധിയില്ലെന്നാ? നിനക്കെന്തോട് പ്രശ്നം? ആ അനുരാധയുടെ വാക്കും കേട്ടോണ്ട് പാൻറ് ഇട്ടോണ്ട് ഇവിടുന്ന് പോയി വിലസാന്ന് വിചാരിക്കണ്ട. ഇന്ന് ഇച്ചാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ മുണ്ടെടുത്തോണ്ട് പോയാൽ മതി. അപ്പൊ അതാണ് കാര്യം. അത് തന്നെയാണ് കാര്യം. മനസ്സിലായി. മനസ്സിലായല്ലോ. ഇച്ചായ, ഇച്ചായന്റെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ അവൾ അന്വേഷിച്ചു തുടങ്ങിയെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇച്ചായന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയെന്ന്. അത് ഇവിടെ നടക്കൂല. അനുരാധ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി. എന്തെങ്കിലും അല്ലല്ലോ പറഞ്ഞത്. ഇച്ചായന്റെ ഡ്രസ്സിനെ പറ്റിയിട്ടല്ലേ പറഞ്ഞത്. ഇച്ചായന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ട്. അവക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അവള് കല്യാണം കഴിച്ചിട്ട് അവൾ അവളുടെ കെട്ടിയോടേ പറയട്ടെ. ഞാനിപ്പോ എന്താ വേണ്ടത്? മുണ്ടെടുത്തോണ്ട് പോണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഈ മുണ്ട് തേച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കും. അത് നിന്നിട്ട് പൊക്കോണം. എന്തെങ്കിലും? ഗുഡ് മോർണിംഗ് ഡോക്ടറെ. ഗുഡ് മോർണിംഗ്. ഇവർ ഏത് സമയം പുറത്തിങ്ങനെ വായി നോക്കി നിൽക്കുവാണോ? അവരവരുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഇന്നെന്താ പതിവില്ലാതെ മുണ്ടൊക്കെ കൊടുത്ത്? വെറുതെ. എനിക്ക് മുണ്ടും പാൻറ്റും ഒക്കെ ഞാനിങ്ങനെ മാറി മാറി എടുക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാ ഡോക്ടർ മുണ്ടെടുത്ത് കാണുന്നേ. ആണോ? എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർക്ക് മുണ്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. അത് ശരി. മുണ്ടും പാൻറ്റും ഒക്കെ ഡ്രസ്സല്ലേ, നമുക്കിങ്ങനെ ഏത് വേണമെങ്കിലും ഇടാമല്ലോ.
അങ്ങനെ പറയല്ലേ ഡോക്ടറെ. നമ്മൾ മറ്റൊരാളുമായിട്ട് ഇടപഴകുമ്പോ ഡ്രസ്സിന് നല്ല സ്ഥാനമുണ്ട്. ഞാനിപ്പോ വീട്ടിൽ നിൽക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ഒക്കെ ചുരിദാറാണ് എനിക്ക് ഇടാൻ ഇഷ്ടം. അത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല രസം കേട്ടോ. പക്ഷെ പാർട്ടി കമ്മിറ്റിയോ പഞ്ചായത്ത് കമ്മിറ്റിയോ വരുമ്പോ ഞാൻ സാരി ഉടുക്കും. സാരിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൗഢിയുണ്ട്. സാരി ഉടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഡോക്ടർമാര് സാധാരണ പാന്റ് ഇടുന്നതെന്ന് അറിയാം, പക്ഷെ ഡോക്ടർക്ക് ചേരുന്ന മുണ്ട. സത്യം പറയാലോ, ഡോക്ടർ ഇപ്പോഴാണ് ഒരു കോട്ടയംകാരൻ അച്ചായനായത്. മൃഗാശുപത്രിയല്ലേ, വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഡോക്ടർക്ക് മുണ്ട് സ്ഥിരമായിട്ട് എടുത്തൂടെ? അയ്യോ, സ്ഥിരമാക്കാൻ പറ്റില്ല. നമ്മള് മൃഗങ്ങളുമായിട്ടല്ലേ നമ്മുടെ സമ്പർക്കം. അത് പാന്റാ നല്ലത്. അത് ശരിയാ. ഒരു കാളയോ പോത്തോന്നോ ഇടഞ്ഞ ആ ബഹളത്തിനിടയിൽ മുണ്ടെങ്ങാനും അഴിഞ്ഞു പോയാ വല്ലാത്ത നാണക്കേടായി പോയി. അത് ശരിയാ ശരിയാ. എനിക്ക് ഓർക്കാനേ വയ്യ. ഈ ആളുകളുടെ മുണ്ടഴിയണം കാണുമ്പോ എന്തിനാ ഈ പെണ്ണുമ്പോൾ എങ്ങനെ കിടന്നിരിക്കുന്നു? എനിക്കങ്ങനെ അറിയാം. എന്നിട്ട് പിന്നെ എന്താ ഇന്ന് മുണ്ടെടുത്തേ? ഒരു ചേഞ്ച് ആരാ ഇഷ്ടപ്പെടാത്ത? ഞാൻ മുണ്ടെടുത്തോണ്ടാണല്ലോ ആർച്ച ശ്രദ്ധിച്ചേ. അത് ശരിയാ. അപ്പൊ ശരി ഡോക്ടറെ, സത്യേട്ടന് പോവാൻ നേരമായി. വിളിക്കാൻ വേണ്ടി വരുമോ? ആ, ഇപ്പൊ വരും. വരുമെന്ന് പറയുന്നതല്ല, ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. അലിസേ, അപ്പൊ ശരി. ചുമ്മാ അയാൾ നടന്നാ പോണത്. അപ്പൊ ശരി. എപ്പോ ശരിയെന്ന് എന്തടി ഇച്ചാനിങ്ങ് വന്നേ. എന്നാന്ന്? ഇങ്ങ് വരാൻ വാ. ഇവിടെ ഓഫീസിൽ പോണ ലേറ്റ് ആയി. അതൊക്കെ പോയിക്കോ. പക്ഷെ ഇച്ചായ മുണ്ടെടുത്തോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ ആ പെണ്ണുമ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ഇച്ചാന്റെ മുണ്ട് എടുത്തോണ്ട് നല്ല ഭംഗിയുണ്ടെന്ന്. അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യം എന്താ? അത് അവരോട് പോയി ചോദിക്കും. എന്തായാലും മുണ്ടെടുത്തോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. മുണ്ടെടുത്തോണ്ട് പോയാൽ അവര് വിചാരിക്കും അവര് പറഞ്ഞിട്ടാ ഇച്ചായെ മുണ്ടെടുത്തോണ്ട് പോകുന്നതെന്ന്. അവരൊന്നും അങ്ങനെ ഇച്ചാനെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. നീ എന്നാ വർത്താനാണ് ഇത് പറയുന്നത്? നാട്ടുകാരാകുമ്പോ ഓരോ അഭിപ്രായം പറയും, അതിന് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇച്ചാൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഇന്ന് മുണ്ടെടുത്തോണ്ട് പോവണ്ട. പിന്നെ പാന്റ് ഇട്ടോ. പാന്റ് ഇട്ടിട്ടേ ഇച്ചാൻ അവരുടെ മുന്നിൽ കൂടെ തന്നെ പോണം. അപ്പൊ അവര് കരുതിക്കോളും അവര് പറഞ്ഞ അഭിപ്രായം ഇച്ചായന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാ ഇച്ചായൻ പാന്റ് ഇട്ടിട്ട് പോയി. പാന്റ് ഇട്ടാ മതിയല്ലേ? പാന്റ് മതി. അപ്പൊ അനുരാധ ഓഫീസിൽ വെച്ച് പറഞ്ഞല്ലോ എനിക്ക് പാന്റാണ് ചേരുന്നതെന്ന്. അപ്പൊ ഞാൻ പാന്റ് ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ അനുരാധ വിചാരിക്കൂലേ അവള് പറഞ്ഞിട്ടാണ് ഞാൻ പാന്റ് ഇട്ടേന്ന്. അപ്പൊ എന്തോ ചെയ്യും? എന്റെ കർത്താവേ, ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലും. എന്റെ സമാധാനം ഇതുങ്ങളെല്ലാം കൂടെ കളയുവോ? എന്റെ പൊന്നുമോളൊന്നടങ്ങ്. ഞാനിതിന് പരിഹാരം കാണാം. എന്ത് പരിഹാരം? ഈ ലോകത്ത് പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ മോളെ? നീ ധൈര്യമായിട്ടിരിക്കടേ. പോരാ. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വേഷാംഗ കളിക്ക് കൊടുത്താലോ? ആർച്ചേ, നീ എന്തിനാണ് എപ്പോഴും മതിലിൻ്റെ അവിടെ പോയി നിൽക്കണത്? ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയപ്പോ അവിടെ ഡോക്ടറും ആലീസും നിൽക്കുന്ന കണ്ടു. അവരോട് ഒരു കുശലം ചോദിച്ചു. ഈ കുശലം ചോദിക്കാന്ന് പറഞ്ഞാൽ സുഖമാണോ, ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ, അങ്ങനെയൊക്കെയാണ്. ഇത് അയാളുടെ മുണ്ട് കൊള്ളാം, അയാളുടെ ഷർട്ട് കൊള്ളാം, ഇതാണോ കുശലം? അപ്പൊ എല്ലാം കേട്ടു അല്ലേ? കേട്ടു, നിന്റെ അട്ടഹാസവും കേട്ടു. ആ, ഇപ്പൊ സത്യേട്ടന് ഒരു കാര്യം മനസ്സിലായോ? എന്റെ മനസ്സിൽ കള്ളത്തരമില്ലെന്ന്. കള്ളത്തരമുള്ള ഒരു വർത്താനം പറയുമ്പോ പതുക്കെയല്ലേ വർത്താനം പറയൂ. ആർച്ച, നിന്റെ സിദ്ധാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട. അന്യപുരുഷന്റെ ഡ്രസ്സിന്റെ ഭംഗി ഇളക്കാൻ നീ ആരാ? നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീ എന്റെ ഡ്രസ്സിനെ കുറിച്ച് പറയേ. ഈ ഡ്രസ്സിനെ പറ്റിയോ? ഇതിനെപ്പറ്റി ഞാനെന്താ അഭിപ്രായം പറയാനാ? സർക്കാർ തരുന്ന തുണി സർക്കാർ പറയുന്ന പോലെ തയ്ക്കുന്നു. ഇതിലിപ്പോ എന്താ ഞാൻ പറയണ്ടേ? ഞാൻ ഇതല്ലാതെ വേറെ ഡ്രസ്സുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഞാൻ മുണ്ട് ഷർട്ട് ഇടാറുണ്ട്, പാന്റ് ഷർട്ട് ഇടാറുണ്ട്. അപ്പോഴൊന്നും നീ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. അഭിപ്രായം പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാനിത് ഇപ്പോൾ ഒന്നുകൂടെ ചോദിക്കാം. ഞാൻ പാന്റ് ഷർട്ട് ഇടണയാണോ അതോ മുണ്ട് ഷർട്ട് ഇടണയാണോ നല്ലത്? പറയും. അതിപ്പോ അങ്ങനെ ചോദിച്ചാ അങ്ങനെ ചോദിച്ചാൽ നിനക്ക് മറുപടി ഇല്ല. സ്വന്തം ഭർത്താവിന് പാന്റാണോ മുണ്ടാണോ ചേരുന്നതെന്ന് പറയാൻ കഴിയാത്ത നീ ഇന്നലെ വന്ന് ആ മൃഗ ഡോക്ടർക്ക് മുണ്ടെടുക്കുന്നതാണ് നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞ് കൊഞ്ചി കുഴയണോ അവള്? ശരി, ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഞാൻ സാരി ഉടുക്കുന്നതാണോ ചുരിദാർ ഇടുന്നതാണോ നല്ലത്? സത്യേട്ടൻ അഭിപ്രായം പറ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സത്യേട്ടൻ സ്വന്തം ഭാര്യയെ ശ്രദ്ധിച്ചിട്ടില്ല, പിന്നെ സത്യേട്ടൻ ആരെയാ ശ്രദ്ധിക്കുന്നേ? ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കാറുണ്ട്. തീർന്നില്ലേ? ആർച്ചേ, നീ ഇങ്ങനെ വിളിച്ചു പോയി അതും ഇതുമൊക്കെ പറഞ്ഞ അവരെന്താ വിചാരിക്കുക? നീ ഒരു വായി നോക്കിയാണെന്ന്. ഒന്നുമില്ലെങ്കിൽ നീ ഒരു പഞ്ചായത്ത് മെമ്പറല്ലേ, അതിന്റെ വില നിലയെങ്കിലും കാണിക്കണ്ടേ? ആരോട്
ആരോടും മിണ്ടാതെ മസിലും പെരിപ്പിച്ച് നടക്കുന്നതാണ് നിലയും വിലയെന്ന് സത്യേണ്ട് തോന്നുന്നുണ്ടെങ്കിൽ സത്യേണ്ട് അങ്ങനെ നടന്നോ. എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് അഭിപ്രായം പറയാൻ തോന്നി ഞാൻ പറയും. ആ മൃഗം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. അവൻ്റെ ഒരു മുണ്ട്. ആലിസ് മോളെ എങ്ങനെയുണ്ട്? ഇതെന്തോ ചായ? മുണ്ടെടുത്ത് പോയാൽ ഉണ്ണിയാർച്ചയ്ക്ക് ഇഷ്ടപ്പെടും, പാൻ്റ് ഇട്ട് പോയാൽ അനുരാധയ്ക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? കൊള്ളാം. ഇച്ചാൻ എന്താ വട്ടുണ്ടാ? എനിക്കല്ല വട്ടം. നാട്ടുകാരുടെ അഭിപ്രായത്തിനനുസരിച്ച് തരാതരം അഭിപ്രായം മാറ്റുന്ന നിനക്ക് നാട്ടുഭാഷയിൽ നമ്മൾ പറയും വട്ടം. വെറും വട്ടല്ല, മുഴുത്ത വട്ടം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഇച്ചായ ഇച്ചായ എന്ത് പരിപാടി ഇച്ചായ കാണിക്കുന്നത്? അകത്ത് പോവാൻ. അകത്ത് പറഞ്ഞ പ്രശ്നമില്ല. ഇച്ചായ ആരെങ്കിലും ഒക്കെ കണ്ടാൽ മാനം പോവും ഇച്ചായ. അത് മാത്രമല്ല ഉണ്ണിയാർച്ചാണെങ്കിൽ ഏത് സമയം വായി നോക്കാനായിട്ട് വരും. പ്ലീസ് അവരൊന്ന് നോക്കട്ടെ. അവരൊന്ന് നോക്കുമ്പോൾ എനിക്ക് മുണ്ടില്ലെന്ന് കാണുമ്പോഴേ അവർ പൊയ്ക്കോളും. പിന്നെ മൈൻഡ് ചെയ്യില്ല. എന്റെ ഇച്ചായ കാല് പിടിക്കാൻ ഞാൻ നാണക്കേടാണ്. അകത്തോട്ട് വാ. അങ്ങനെ അകത്തോട്ട് വരുന്നത്? എനിക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ. ഹോസ്പിറ്റലിൽ പോയിക്കോ, ഡ്രസ്സ് മാറിയിട്ട് പോയിക്കോ. ഡ്രസ് എന്ന് പറയുമ്പോ പാന്റാണോ മുണ്ടാണോ? ഇച്ചാൻ എന്താണോ ഇഷ്ടം അതിട്ടോണ്ട് പോയിക്കോ. തീർച്ചയാണോ? ആ ഇനി മേലാൻ എന്റെ വസ്ത്രധാരണത്തെ നീ ഇടപെട്ടാൽ ഇവിടെ ഓടി. തീർച്ചയാണോ? പ്രോമിസ്. പ്രോമിസ്.